വെൽക്കം ടു ഷാഡോ ക്രോണിക്കിൾസ് മലയാളം. 2012 ജനുവരി 4-ന് ഇന്റർനെറ്റിൽ ഒരു വിചിത്രമായ ചിത്രം പ്രത്യക്ഷപ്പെട്ടു. സാധാരണ ഒരു ചിത്രം പോലെ തോന്നിയെങ്കിലും അതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരുന്നത് ഒരു ചലഞ്ചായിരുന്നു. ഹലോ, വി ആർ ലുക്കിംഗ് ഫോർ ഹൈലി ഇന്റലിജന്റ് ഇൻഡിവിജ്വൽസ് എന്ന സന്ദേശത്തോടെയാണ് അത് ആരംഭിച്ചത്. ആദ്യം നോക്കുമ്പോൾ ഇതൊരു സാധാരണ പസിൽ പോലെ തോന്നുമായിരുന്നു. പക്ഷേ അതിന്റെ പിന്നിലുണ്ടായിരുന്നത് ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ പസിലുകളിലൊന്നായിരുന്നു എന്നത് പിന്നീട് ആളുകൾക്ക് മനസ്സിലായി. ആരാണിതിന് പിന്നിലെന്നത് ഇന്നും ആർക്കും ഉറപ്പായി പറയാൻ കഴിയുന്നില്ല. ഒരു വ്യക്തിയോ ഒരു ഗ്രൂപ്പാണോ അല്ലെങ്കിൽ അതിലും വലിയ എന്തെങ്കിലും ഓർഗനൈസേഷനാണോ എന്ന സംശയം തുടക്കം മുതൽ തന്നെ നിലനിന്നു. ഈ മിസ്റ്ററിയാണ് പിന്നീട് സിക്കേഡ 3301 എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ ചിത്രം കണ്ട പലരും അത് ഇഗ്നോർ ചെയ്യാതെ ഡൗൺലോഡ് ചെയ്തു. അപ്പോഴാണ് ആദ്യ സർപ്രൈസ്: ഇമേജിന്റെ മെറ്റാഡാറ്റയിൽ ഹിഡൻ മെസ്സേജ്. അത് ആദ്യ ക്ലൂ ആയിരുന്നു. ആ ക്ലൂ സോൾവ് ചെയ്തവർക്ക് അടുത്തത് ലഭിച്ചു. അങ്ങനെ ഒരു ലെയർ കഴിഞ്ഞാൽ മറ്റൊന്ന് എന്ന രീതിയിൽ പസിൽ കൂടുതൽ ഡീപ്പായി മാറി. ഇതൊരു സാധാരണ ഗെയിമല്ലെന്ന് അപ്പോഴേക്കും വ്യക്തമായിരുന്നു. പിന്നീടിതൊരു ഗ്ലോബൽ ഹണ്ടായി മാറി. അമേരിക്കയിലെ, യൂറോപ്പിലെ, ഏഷ്യയിലെ എന്നിവിടങ്ങളിലായി ലോകമെമ്പാടുമുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കാൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ പസിൽ ഒരു നമ്പർ സീക്വൻസിലേക്ക് മാറി. അതിലൂടെ ഒരു ഫോൺ നമ്പർ ലഭിച്ചു. ആ നമ്പറിൽ കോൾ ചെയ്തപ്പോൾ ഒരു റെക്കോർഡഡ് വോയിസ് മെസ്സേജ് കേൾക്കാനായി. അതും ഒരു റിഡിലായിരുന്നു. അത് സോൾവ് ചെയ്തവർക്ക് ലഭിച്ചത് ഒരു വെബ്സൈറ്റ് ലിങ്ക്. എന്നാൽ അത് സാധാരണ വെബ്സൈറ്റ് അല്ലായിരുന്നു. ഡാർക്ക് വെബിലുള്ള ഒരു സൈറ്റ്, ടോർ നെറ്റ്വർക്ക് വഴി മാത്രം ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒന്ന്. ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ സീരിയസായി മാറിയത്. ഇതിനിയൊരു ഇന്റലിജൻസ് ടെസ്റ്റ് മാത്രമല്ല, മറിച്ചൊരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സാണോ എന്ന സംശയം പലർക്കുമുണ്ടായി. അടുത്ത ഘട്ടങ്ങളിൽ റിയൽ വേൾഡ് ക്ലൂസ് പോലും ഉൾപ്പെട്ടു. അമേരിക്കയിലെ ചില സ്ഥലങ്ങളിൽ പോസ്റ്റേഴ്സ് കണ്ടെത്തി. അതിലൊരു QR കോഡ് ഉണ്ടായിരുന്നു. സ്കാൻ ചെയ്താൽ അടുത്ത പസിലിലേക്ക് കടക്കാം. ഇത് വീട്ടിലിരുന്ന് സോൾവ് ചെയ്യുന്ന ഒരു ഓൺലൈൻ പസിൽ മാത്രമല്ല, റിയൽ വേൾഡിലേക്ക് കടന്ന ഒരു അനുഭവമായി മാറി. ഈ ഘട്ടത്തിൽ പലരും ക്വിറ്റ് ചെയ്തു. കാരണം ഇതൊരു സാധാരണ ഗെയിമല്ലെന്ന് അവർക്ക് വ്യക്തമായി. എന്നാൽ ചിലർ മുന്നോട്ടുപോയി. അവർക്ക് കിട്ടിയ ക്ലൂസ് ക്രിപ്റ്റോഗ്രഫി, പ്രോഗ്രാമിംഗ്, ഫിലോസഫി എന്നിവയുടെ ഒരു മിക്സായിരുന്നു. ചിലത് ഏൻഷ്യന്റ് ടെക്സ്റ്റ്സ്, ബുക്സ്, മായൻ നമ്പേഴ്സ് എന്നിവയുമായി ബന്ധപ്പെട്ടവയുമായിരുന്നു. ഇത് സാധാരണ ഇന്റലിജൻസ് ടെസ്റ്റ് അല്ല, മറിച്ച് ഡീപ്പ് നോളജ് ആവശ്യമായ ഒരു പരീക്ഷണം പോലും മാറി. അവസാന ഘട്ടങ്ങളിൽ എത്തിച്ചേർന്ന ചിലർ പിന്നീട് ഓൺലൈനിൽ നിന്ന് അപ്രത്യക്ഷരായി. അവർ വീണ്ടും ആരുടെയും മുന്നിൽ പ്രത്യക്ഷപ്പെട്ടില്ല. ഇതവർ സെലക്റ്റഡ് ആയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചോ എന്ന ചോദ്യത്തിന് ഇതുവരെ വ്യക്തമായ ഉത്തരമില്ല. 2013-ൽ വീണ്ടും അതേ രീതിയിൽ പുതിയ പസിൽ പുറത്തുവന്നു. 2014-ലും അതേ പാറ്റേൺ തുടരപ്പെട്ടു. പിന്നീട് സൈലൻസ്. അതിനുശേഷം ഇന്നുവരെ സിക്കേഡ 3301 ആരാണെന്ന് ആരും കണ്ടെത്തിയിട്ടില്ല. ഈ സംഭവത്തെക്കുറിച്ച് പല തിയറികളുണ്ട്. ചിലർ ഇത് CIA അല്ലെങ്കിൽ NSA പോലുള്ള ഗവൺമെന്റ് ഏജൻസികളുടെ റിക്രൂട്ട്മെന്റ് മെത്തഡാണെന്ന് കരുതുന്നു. ചിലരിതൊരു ഇലൂമിനാറ്റി പോലുള്ള ഒരു സീക്രട്ട് ഓർഗനൈസേഷനാണെന്ന് വിശ്വസിക്കുന്നു. മറ്റു ചിലർ ഇതൊരു എലീറ്റ് ഹാക്കർ ഗ്രൂപ്പിന്റെ പ്രവൃത്തിയാണെന്ന് പറയുന്നു. പക്ഷേ ഇതിലൊന്നിനും ഒഫീഷ്യൽ കൺഫർമേഷൻ ഇല്ല. ഒരു കാര്യം മാത്രം ഉറപ്പാണ്: ഇതൊരു സാധാരണ പസിലല്ല. ഇത് സോൾവ് ചെയ്തവർ സാധാരണ ആളുകളേക്കാൾ വളരെ ഉയർന്ന കഴിവുള്ളവരാണ്. എന്നിരുന്നാലും പലർക്കും ഇതൊരു ഗെയിം മാത്രമല്ലെന്ന തോന്നലുണ്ടായി. കാരണം ഇതൊരു ചോദ്യമുയർത്തുന്നു: ഹൂ ആർ യു റിയലി? ഇന്നുവരെ ഈ മിസ്റ്ററി അൺസോൾഡായി തുടരുന്നു. സിക്കേഡ 3301 എന്നത് ഒരു പേരു മാത്രമല്ല, ഇന്റർനെറ്റിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്നാണ്. ഇപ്പോൾ ചോദ്യം നിങ്ങൾക്കാണ്: നിങ്ങൾക്കീ പസിൽ കിട്ടിയാൽ നിങ്ങളത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുമോ അതോ ഇഗ്നോർ ചെയ്തു പോകുമോ? കാരണം ചില വാതിലുകൾ തുറക്കാൻ പാടില്ല.